നമ്മളങ്ങനെ ഒങ്കോളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ് കേട്ടോ ഈ ഒരു ലോറി യാർഡ്, അതായത് ലോറി നിർത്തിയിരുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മളവിടെ പമ്പ് കാര്യങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം കണ്ടു. അതിൻ്റെ ശേഷം ഞാൻ മാലിക്കിനൊന്ന് ചെറുതായിട്ട് കഴുകിയിട്ടുണ്ട്. നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത് 4 ബോട്ടിലുണ്ട് കേട്ടോ അതേപോലത്തെ. അപ്പോൾ ഈ ഒരു 4 ബോട്ടിൽ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതുപോലത്തെ ക്യാനുകൾ കാര്യങ്ങളൊക്കെ കടയുടെ മുന്നിലുണ്ടാവും. അവിടുന്ന് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഫില്ലാക്കട്ടെ. അങ്ങനത്തെ ബോട്ടിലൊക്കെ നമുക്ക് വെള്ളം കൊണ്ടുപോകാം. ഒരു ബോട്ടിലിന് വരുന്നത് 5 രൂപ മുതൽ 60 രൂപ വരെയൊക്കെ നമ്മൾ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ഇവിടെ റേറ്റ് വരുന്നത് ഒരു ബോട്ടിലിന് 20 രൂപയാണ് കേട്ടോ. 20 രൂപ പറഞ്ഞാൽ 20 ലിറ്ററിൻ്റെ ക്യാനാണ്. പിന്നൊരു സംശയം ഉണ്ടാവും എന്തിനാണ് 4 ക്യാൻ എന്നുള്ളതൊക്കെ കേട്ടോ. ആദ്യം നമ്മൾ 2 ക്യാനാണ് നിർത്തിയത്. ബൈ ചാൻസിൽ എവിടെയെങ്കിലും വെള്ളം കിട്ടാനൊക്കെ ഡിലേ ആയാലും ഒരു ക്യാന് കൂടുതൽ നമ്മളെ കയ്യിലുണ്ട്. ഒരു ക്യാന് നമുക്ക് മാലിക്കിനെ കഴുകാൻ, പിന്നെ വണ്ടിയുടെ കാര്യങ്ങൾക്ക് രാവിലെ, പിന്നെ ഒരു ക്യാന് നമുക്ക് കുളിക്കാൻ, പിന്നെ ഒരു ക്യാന് നമുക്ക് കുടിവെള്ളം കാര്യങ്ങളും ഇങ്ങനെയുള്ളത് തിരുമ്പാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിനൊക്കെ കൂടി ആയിട്ടാണ് 4 ക്യാന്. ദിവസം ഈ കണ്ട പരിപാടികളൊക്കെ ചെയ്താലും നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു ക്യാന് നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് 4 ക്യാന് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ നടക്കുകയാണ് കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. ഈ പൈപ്പ് ഇങ്ങനെ വെക്കുക, ഇതിങ്ങനെ അമർത്തി ആണ്ട് തിരിച്ചു കൊടുക്കുക. അതിനിങ്ങനെ ഒരു പൈപ്പ് വന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ ആ ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ, കുളിയും നനയും കാര്യങ്ങളൊക്കെ, അത് മസ്റ്റാണ് യാത്രയിൽ. അപ്പോൾ അതിന് ഇതുപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതി അതിൻ്റേതായ രീതിക്ക്. ഇനിയിപ്പോൾ നാളേക്കൊക്കെയുള്ള വെള്ളമാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ നാളേക്കും മറ്റന്നാളേക്കും ചിലപ്പോൾ ഉണ്ടാവും. കാരണം 80 ലിറ്റർ വെള്ളമുണ്ട്. തിരുമ്പല് പറഞ്ഞാൽ ബാക്കിൽ കണ്ടില്ല ഞങ്ങൾ ആ ബക്കറ്റിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇനി ഒന്നിച്ച് ഇന്നിപ്പോൾ നടന്നിട്ടുണ്ട് ഏകദേശം 3 ദിവസത്തെ ഡ്രസ്സുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി നാളെ രാവിലെ തിരുമ്പാം. അപ്പോൾ രാവിലത്തെ ആ പരിപാടി, അതായത് കുളിയും നനയും കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഉന്മേഷവും യാത്രയ്ക്ക്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അതില്ലേ നമ്മൾ ടയേർഡായിട്ടാവും യാത്ര ചെയ്യാം, ഒരു ഉഷാറില്ലാതെ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, ബുദ്ധിമുട്ടാണ്. 2 ആളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും 4 ക്യാനൊക്കെ വെള്ളം വെച്ച് പോരുന്നൊക്കെ അടിപൊളിയാണ്. 4 ക്യാന് മസ്റ്റാണ് 2 ആളുണ്ടെങ്കിൽ. കാരണം തിരുമ്പലും കുളിയും വണ്ടി ഒന്ന് വൃത്തിയാക്കലും നടക്കും. അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലാണ്. കുറഞ്ഞ ദൂരം നമ്മൾ യാത്രയുള്ളൂ കേട്ടോ. നമുക്ക് ഒരു ടോള് കിട്ടിയിട്ടുണ്ട്. കുറേ ദൂരം പിന്നിട്ടിട്ടാണ് ഒരു ടോള് കിട്ടിയത്. ഒക്കെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെ കൂടുതൽ. കാരണം ഈ ടോളിൻ്റെ വലുപ്പം നോക്കണേ, ഈ സൈഡിക്കൊക്കെ നോക്കിയിട്ടാ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങൾ. ഭയങ്കര രസമാണ് കാണാൻ. നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് കാവാലി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. നമുക്ക് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൗണിലേക്ക് നമുക്ക് കയറാം, എന്താ അവസ്ഥ എന്നുള്ളത്. കാരണം ഇന്നലെ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായില്ല. നല്ല ഭംഗിയായിട്ടുള്ള പ്രദേശങ്ങളാണ് കേട്ടോ. കണ്ടോക്കാണി ഇതുപോലെ ചില ഏരിയകളിലൊക്കെ അത്യാവശ്യം വലിയ വലിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഓവറായിട്ട് കാണാൻ സാധിക്കുന്നത് ഒഴിഞ്ഞെടുക്കുന്ന നല്ല നല്ല രസകരമായിട്ടുള്ള പ്രദേശങ്ങളാണ്. നമ്മളങ്ങനെ ഈ ഒരു കാവാലി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് കയറിയതും കാണുന്ന കാഴ്ച നോക്കുകയാണെങ്കിൽ 2 സൈഡിലും മരങ്ങൾ, അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാട്ടാ. നമ്മൾ ഉള്ളേരിയേക്ക് ഇറങ്ങി, അതായത് കാവേലി എന്ന് പറയുന്ന ഈ ഒരു ടൗണിലേക്ക് നമ്മൾ പോവാണ്. പോകുമ്പോൾ ഏകദേശം നമ്മളെ നാടിനൊക്കെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് റോഡിലേക്ക് ഇറങ്ങിയ പാടുള്ള അവസ്ഥ. റോഡ് നോക്കിയിട്ടാ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള റോഡുകൾ. ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്തപ്പോഴേ പൊള്ളിയായിരുന്നു റോഡ്. നല്ല രസകരമായിട്ടുള്ള റോഡ്, കുണ്ടും കുഴിയൊക്കെ അത്യാവശ്യം കുറവുകളുള്ള റോഡായിരുന്നു. ഒരു 90% വരെ പെർഫെക്റ്റ് റോഡുകളായിരുന്നു. ഇങ്ങനത്തെ റോഡിലൊന്നും അങ്ങനെ കച്ചറകളൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് റോഡിൽ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഉള്ളേരിയകൾ NH കാര്യങ്ങളൊക്കെ അടിപൊളിയാണെങ്കിൽ കൂടി ബിൽഡിങ്ങുകൾ വീടുകളൊക്കെ തന്നെ സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടികകളാണ് ഉപയോഗിച്ചിട്ട് വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മണലുകളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാ പ്രദേശങ്ങളിലും. ഈ കാവേലി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രദേശമൊക്കെ ഏകദേശം കടലുമായി ബന്ധപ്പെട്ട ഏരിയകളാണ്. മണലൊക്കെ നോക്കുകയാണെങ്കിൽ കൂട്ടിയിട്ടിട്ട് ഇതൊക്കെ കാണാൻ പൂതിയായി. ഇപ്പോൾ നമ്മുടെ നാട്ടിലേ
നാട്ടിൽ നിന്നല്ല, ഇവിടെ കണ്ടപ്പോൾ ഒരു അത്ഭുതം. എത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5-6 ലോഡ് ഉണ്ട്.